കണ്ണൂരിൽ നിന്നുള്ള വാർത്തയല്ലേ? അത് അങ്ങനെ തന്നെയാണ്. ഇതിനു മുമ്പും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് കണ്ണൂരിൽ നിന്നുള്ള വാർത്ത. കോൺഗ്രസ് വളരെ സജീവമായി പ്രവർത്തിക്കുന്നു, താഴെ തട്ടിൽ വരെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നേതാക്കൾ കോൺഗ്രസിന്റെ സംഘടനാ സ്ഥിതി മെച്ചപ്പെട്ടതാണ് എന്ന് പറയുന്ന ഘട്ടത്തിലാണ് 6 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച് നാണക്കേട് തന്നെയാണ്. കണ്ണൂരിൽ ഇതിനു മുമ്പ് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് എന്നും ഇതിനേക്കാളും സീറ്റുകളിൽ എതിരില്ലാതെ LDF സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട് എന്നും കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറയുന്നുണ്ട്. അവിടെ മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്, മത്സരിച്ചാൽ ജീവൻ നഷ്ടപ്പെടേണ്ടി വരും എന്നൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. നേരത്തെയും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 6 സീറ്റ് മാത്രമല്ലേ ജയിച്ചുള്ളൂ LDF, ഇതിനു മുമ്പ് ഇതിനേക്കാളും സീറ്റുകൾ ജയിച്ചിട്ടില്ലേ എന്നും പറയാറുണ്ട് കോൺഗ്രസ് നേതാക്കൾ. അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. വളരെ ആസൂത്രിതമായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കേണ്ട ആവശ്യകത ഊന്നി പറയുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ. എല്ലാ സീറ്റിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് കടുത്ത മത്സരം LDF-ന് കാഴ്ചവെക്കും. വൻ മുന്നേറ്റം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കും. അത് 2026-ലേക്കുള്ള വലിയ കടമ്പ കടക്കാനുള്ള വഴിയായി മാറും എന്നൊക്കെയാണ് UDF നേതാക്കൾ പറയാറുള്ളത്. പക്ഷേ 6 സീറ്റിൽ എതിരില്ലാതെ LDF വിജയിക്കുന്നു എന്ന് വെച്ചാൽ അത് UDF-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. കണ്ണൂർ ജില്ലയിലെ ആന്തൂർ നഗരസഭയിൽ 2 സീറ്റ്, മലപ്പട്ടം പഞ്ചായത്തിൽ 2 പേർ, കണ്ണപുരം പഞ്ചായത്തിൽ 2 പേർ, അങ്ങനെ 6 പേരാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ആന്തൂർ നഗരസഭയിലെ മൊഴാറ വാർഡിൽ K രജിതയും പൊടിക്കുണ്ട് വാർഡിൽ K പ്രേമരാജനുമാണ് എതിരില്ലാത്തത്. അതോടൊപ്പം മലപ്പട്ടം പഞ്ചായത്തിൽ അരുവാപ്പുറം നോർത്തിൽ IB ഒതനൻ, അടുവാപ്പുറം സൗത്തിൽ CK ശ്രേയ എന്നിവർക്കും, കണ്ണപുരം പഞ്ചായത്തിൽ 13-ാം വാർഡ് ഇടക്കേപ്പുറം സൗത്തിൽ P രീതിക്കും, 14-ാം വാർഡ് ഇടക്കേപ്പുറം സെൻട്രൽ PV രേഷ്മയ്ക്കുമാണ് എതിരില്ലാത്തത്. ഇവരെല്ലാം വരും ദിവസങ്ങളിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടും. നോമിനേഷൻ പിൻവലിക്കേണ്ട അവസാന തീയതിക്ക് ശേഷമായിരിക്കും ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. കേരളത്തിൽ UDF-ന്റെ അടിത്തറ ശക്തമാണ് എന്നൊക്കെ പറയുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് വിജയം LDF-ന് സംഭവിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസിന്റെ അടിത്തറ, UDF-ന്റെ അടിത്തറ ശക്തമാണ് എന്ന് പറയുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു എതിരില്ലാത്ത വിജയം ലഭിക്കുന്നത് LDF-ന് എന്നത് പ്രത്യേകതയുണ്ട്. UDF-ന് അത് വലിയ നാണക്കേട് തന്നെയാണ്. ഇത് മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് ഓരോ ജില്ലയിൽ നിന്നുള്ള വാർത്തകൾ വരുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം കഴിഞ്ഞപ്പോഴും തർക്കം തീർന്നിട്ടില്ല. വയനാട്ടിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ മത്സരരംഗത്ത് വന്നിരിക്കുന്നു. വയനാട്ടിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് സീറ്റ് നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നു. കണ്ണൂരിൽ PK രാഗേഷ് ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി നേരത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു. കോൺഗ്രസിൽ നിന്ന് മാറി നിന്ന് ഒറ്റയ്ക്ക് മത്സരിച്ച് LDF-ന് പിന്തുണ നൽകി. 2015-ൽ LDF കോർപ്പറേഷൻ ഭരിച്ചു. എന്നാൽ 2020 ആകുമ്പോൾ PK രാഗേഷ് കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുന്നു. കോൺഗ്രസിനോടൊപ്പം ചേർന്ന് മത്സരിക്കുന്നു. UDF കോർപ്പറേഷൻ ഭരിക്കുന്നു. ഇപ്പോൾ ഇതാ 2015 ആവർത്തിക്കുന്നു. PK രാഗേഷും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരും 12ഓളം സീറ്റുകളിൽ മത്സരിക്കുന്നു. സ്വാഭാവികമായും കോൺഗ്രസിന് അത് വലിയ തിരിച്ചടി തന്നെയാണ്. കണ്ണൂരിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിമതന്മാരെ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് കോൺഗ്രസ് നേതൃത്വം എന്നത് ഒരു പ്രത്യേകതയാണ്. ജില്ലാ നേതൃത്വമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എന്ന് പറഞ്ഞ് സംസ്ഥാന നേതൃത്വം മാറി നിൽക്കുന്ന അവസ്ഥ ഇപ്പോഴുണ്ട്. എന്നിരുന്നാലും കോൺഗ്രസ് വലിയ മുന്നേറ്റമുണ്ടാക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. കോർപ്പറേഷനുകളിൽ മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകിക്കൊണ്ടാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. രാഷ്ട്രീയ മത്സരം നടക്കുന്ന ജില്ലാ പഞ്ചായത്തിലും മുതിർന്ന നേതാക്കൾക്ക് ചുമതല കൊടുത്തിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് എന്നാണ് പറയുന്നത്. അപ്പോഴാണ് 6 സീറ്റിൽ കണ്ണൂർ ജില്ലയിലായതുകൊണ്ട് കണ്ണൂർ ജില്ലയിലല്ലേ എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾക്ക് സമാധാനിക്കാമെങ്കിലും LDF കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് LDF-ന്റെ CPM-ന്റെ സൈബർ ഇടങ്ങളിൽ ഈ 6 സീറ്റിലെ വിജയം വലിയ ആഘോഷമാക്കി മാറ്റുന്നുണ്ട്. ഇതൊരു തുടക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൈബർ ഇടങ്ങളിൽ പ്രചാരണം കൊഴുപ്പിക്കുന്നത്.